ഹായ് ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ഫാമിലിയും കൂടി ശാരിയാവിൽ അമ്പലത്തിൽ തൊഴാൻ പോയി. ഞങ്ങളവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു, തേങ്ങ മുട്ടി. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു മനസ്സിനൊരു കുളിർമയാക്കി. ഞങ്ങൾ അവിടെ നിന്നും അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ യാത്ര ചെയ്യുകയാണ്. നല്ല ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം നോക്കി ഞാൻ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കാറിൽ യാത്ര ചെയ്യാണ്. ലാസ്റ്റ് വില്ലേജിൻ്റെ അടുത്തെത്തി. അവിടെ നിന്നും ഞങ്ങളൊരു വടകരക്കടുത്തുള്ള ഇരിങ്ങലി ക്രാഫ്റ്റ് വില്ലേജിൽ അവിടെ സൈഡാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാം ഫാമിലിയും ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് മിനി ഗോവയുടെ ബീച്ചാണിത്. ഞാനും എൻ്റെ ഫാമിലിയും ഇന്ന് സൺഡേ ഞങ്ങൾ മിനി ഗോവ കാണാൻ പോയി. ആദ്യം ഞങ്ങൾ വിശാരികാവ് ക്ഷേത്രത്തിൽ പോയി. അവിടെ നിന്നും ഞങ്ങൾ നേരെ ക്രാഫ്റ്റ് വില്ലേജിൽ വന്നു. ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് മിനി ഗോവയിലേക്ക് വരികയാണ്. മിനി ഗോവയുടെ തുടക്കത്തിലുള്ള ഈ എൻട്രി നമുക്കെല്ലാം പരിചിതമാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങളിങ്ങനെ മിനി ഗോവയിലേക്ക് യാത്ര തുടരുകയാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സ്ഥലം തന്നെയാണ് മിനി ഗോവ. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇതാണ് കണ്ടൽക്കാട്. ഓരെല്ലാം പുറത്താണല്ലേ. ഉപ്പിലിട്ട മാങ്ങയുണ്ടേനും കൈതച്ചക്കയുണ്ട് ഉപ്പിലിട്ടത്. പിന്നെ ഐറ്റംസ് അങ്ങനെയുണ്ട്. ഐറ്റങ്ങളുണ്ട്. അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വിനോദസഞ്ചാരികൾക്ക് കഴിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. കാഴ്ചകൾ കാണാനുണ്ട്. കണ്ടൽക്കാടിൽ നിന്നും ഫോട്ടോ എടുക്കാനും നല്ലൊരു വീഡിയോ ചെയ്യാനും എല്ലാത്തിനും സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഫോട്ടോ എടുക്കാനും സമയം ചിലവഴിക്കാനും എല്ലാവരും ഇവിടത്തേക്ക് വരുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അതിന് ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല സൗകര്യം ചെയ്തു തരും. നല്ലൊരു സ്ഥലമാണ് മിനി ഗോവ. ഇവിടെ കടലിൻ്റെ വെള്ളം തിരമാല അടിച്ചു കയറുന്നിടത്ത് തന്നെയാണ് കച്ചവടം. അപ്പോൾ കച്ചവടം വെള്ളമായിട്ട് ഒരുത്തെ തന്നെയാണ്. കാലിനുള്ളിൽ കൂടി തന്നെ വെള്ളം ഇങ്ങനെ പോകും. കച്ചവടം ചെയ്യുകയും ചെയ്യാം. ഞാൻ ആദ്യമായിട്ടൊരു സ്ഥലത്ത് കണ്ടതായത് ഇങ്ങനെ. അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം.
അവിടുത്തെ എല്ലാം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.